ഗുഡ് മോർണിംഗ് ഓൾ. ഹെൽത്ത് ഇൻഷുറൻസ് ആരൊക്കെ എടുക്കണം? അതായത് ഞാൻ വെൽ പ്ലേസ്ഡ് ആണ്, എനിക്ക് അത്യാവശ്യം സേവിങ്സ് ഉണ്ട്, 1 കോടിയുടെ അബോവ് സേവിങ്സ് ഉണ്ട്, 1 കോടിക്കണക്കിന് രൂപയുടെ സേവിങ്സ് ഉണ്ട് എന്നുള്ള ആളുകൾ എടുക്കണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനത്തെ ആളുകളും എന്തായാലും പ്ലാൻ എടുക്കുന്നുണ്ട്. കൂടുതൽ പേരും അങ്ങനത്തെ ആളുകളാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. അതായത് 1 കോടി രൂപ ഒരു FD ഉള്ള ഒരാൾക്ക് ബാങ്കിലിട്ടാൽ 5%, അതായത് 5 ലക്ഷം രൂപ പലിശ കിട്ടുന്നുണ്ടാവും. അതിൻ്റെ അതായത് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഒരു 30,000 രൂപയുള്ളൂ. അതായത് ഇൻട്രസ്റ്റിൻ്റെ ഒരു 10% പോലും നമുക്ക് അടയ്ക്കാതെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എടുത്ത് വയ്ക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ, അതായത് 10 ലക്ഷമോ, അതായത് ഫാമിലിക്ക് മുഴുവൻ ആണ് 10 ലക്ഷം, അത് കഴിഞ്ഞ് അൺലിമിറ്റഡ് ടൈംസ് 10 ലക്ഷം നമുക്ക് കിട്ടും. 10 ലക്ഷത്തിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അതായത് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒരു വലിയൊരു സേഫ്റ്റി നെറ്റാണ്. നമ്മുടെ ഹാർഡ് ഏൺ ഈ 1 കോടി രൂപയൊക്കെ താഴത്തേക്ക് ഇറങ്ങി പോകാൻ വലിയ സമയം വേണ്ട. 1 കോടി 2 കോടിയൊക്കെ ഉള്ളത് പോകാൻ വേണ്ടി നമുക്ക് പറയാം. പ്രോട്ടീൻ തെറാപ്പി പോലത്തെ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ 75 ലക്ഷം രൂപയൊക്കെയാണ് വരുന്നത്. അതിനേക്കാളും കൂടുതൽ എക്സ്പെൻസുള്ള ട്രീറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ഏൺ സേവിങ്സ് ഒക്കെ ഒലിച്ചു പോകാൻ അധികം സമയം വേണ്ട. ഇത് ഞാൻ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെയാണ് പറഞ്ഞത്. മിഡിൽ ക്ലാസ്സും സേവിങ്സ് ഇല്ലാത്ത ആൾക്കാരെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ, കടത്തിൽ മുങ്ങിപ്പോവും. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് കാശുള്ളവരും മിഡിൽ ക്ലാസ്സിന് താഴെ ഉള്ളവരും എല്ലാവരും പോർട്ട്ഫോളിയോ ഉൾപ്പെടുത്തേണ്ട ഒരു ഇൻഷുറൻസാണ്. അത് ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എനിക്ക് വാട്സപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് ഡേ.